ഞാൻ വളരെ ചെറിയ ഒരു എക്സാമ്പിൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ നിങ്ങളോടൊരു ചോദ്യമായിട്ട് ഞാൻ ചോദിക്കാം. പലർക്കും അറിയുന്നത് പോലെ എൻ്റെ 2 കാലും വെപ്പുകാലാണ്, കൈ നിങ്ങൾ കാണുന്ന പോലെയാണ്. അപ്പം എൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ 90% ഭിന്നശേഷിയാണ്, വെറും 10% മാത്രം കഴിവുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഒരു എന്താ പറയുക 12 ലക്ഷം രൂപ നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് വെക്കാന്ന് വിചാരിക്കാം. ആ പൈസ കൊണ്ട് ഒരു ഭിന്നശേഷിക്കാരിയായിട്ടുള്ള എന്നോടിപ്പോൾ നിനക്ക് പുതിയ കാല് വാങ്ങണോ അതോ കാറ് വാങ്ങണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റുന്നത് എനിക്ക് കാല് വേണമെന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ ഇല്ലായ്മ, കാല് എന്നുള്ളൊരു സംഭവത്തിൻ്റെ ഇല്ലായ്മ ജീവിതത്തിൽ ഇത്രയും കാലം മനസ്സിലാക്കിയതുകൊണ്ട് എനിക്കൊരു പക്ഷെ ഒരു കാറിനേക്കാളും വിലയേറിയതാണ് എൻ്റെ കാലെന്ന് പറയുന്നത്. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളിപ്പോൾ ആ കാക്ക ഈസി ആയിട്ട് നടന്നു പോകുന്നുണ്ട്, പക്ഷെ നമ്മൾ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ ചോദിച്ചിട്ട് വാങ്ങിയതൊന്നല്ല. പഠിച്ചവനോട് എനിക്ക് കൈ വേണം, എനിക്ക് കാല് വേണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചിട്ട് തന്നൊന്നല്ല കാല്, പക്ഷെ ഞാൻ ചോദിക്കാഞ്ഞത് കൊണ്ട് എനിക്ക് തരാതെന്തും അല്ല. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന അനുഗ്രഹങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ. അത് പലപ്പോഴും നമ്മുടെ ഈ ജീവിതത്തിന്റെ ആ ഒരു ഓട്ടത്തിൽ മറന്നുപോകും. സ്വാഭാവികമാണ്. കാരണം നമ്മൾ സങ്കടം വരുമ്പോഴോ പ്രയാസത്തിലിരിക്കുമ്പോഴോ ഓർക്കുന്നത് പിന്നെ സങ്കടമുള്ള കാര്യങ്ങളായിരിക്കും, അല്ലാതെ പോസിറ്റീവായിട്ടുള്ള സാധനങ്ങൾ ഓർക്കാനായിട്ട് പലപ്പോഴും നമുക്ക് പറ്റാറില്ല. അത് നമ്മളുടെ ആരുടെ കുഴപ്പമില്ല, നമ്മുടെ മാനസികാവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ ഉന്നത വിജയം നേടിയിട്ടുള്ള ഈ കുട്ടികളോടും അവരുടെ മാതാപിതാക്കളോടും എനിക്ക് പറയാനുള്ളതാണ്, എപ്പോഴും വിജയിക്കണം എന്ന് മാത്രമല്ല, നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും പരാജയപ്പെട്ടു പോകാം. പക്ഷേ എന്ത് പരാജയമാണെങ്കിലും, ഇപ്പോൾ കുട്ടികൾ എന്തെങ്കിലും പരീക്ഷയ്ക്ക് തോറ്റിട്ടുണ്ടെങ്കിലും പ്രിയപ്പെട്ട പാരൻസിനോട് പറയാനുള്ളത്, ഒരു പരീക്ഷയുടെ മാർക്കോ അല്ലെങ്കിൽ ഒരു തോൽവിയോ അല്ല ആ കുട്ടീനെ ഡിഫൈൻ ചെയ്യുന്നത്. ആ കുട്ടീനെ ഇനിയുള്ളൊരു കാലം, ഇനിയുള്ള ജീവിതം മുഴുവൻ തീരുമാനിക്കുന്നത് ഈ മാർക്ക് മാത്രമല്ല. എത്ര മാർക്ക് ഉണ്ടെങ്കിലും നമ്മുടെ ഉള്ളൊക്കെ മര്യാദക്ക് നല്ല സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മൾ ഏത് ഉന്നതിയിലും എത്തും. പക്ഷേ നമുക്ക് നല്ല ആളുകളോട് അടുത്ത് പെരുമാറാനുള്ള ഒരു സ്വഭാവം നമുക്കില്ലെങ്കിൽ അത് പിന്നെ നമ്മുടെ ജീവിതം തന്നെ അർത്ഥമില്ലാത്തൊരു കാര്യമായിട്ട് മാറും. ഇന്നിപ്പോൾ നമ്മുടെ നാടിന് വേണ്ടി ഒരുമിച്ച് നിന്ന് കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് നല്ല മനസ്സുള്ള ആളുകൾ ഇന്ന് ഈ ഭൂമിയിലുള്ളത് കൊണ്ടാണ് ഇന്നും നമുക്കൊക്കെ ഉഷാറായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മുമ്പിലിരിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ഭയങ്കര ലക്കിയാണ്. കാരണം ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഫീസ് ഒരു വലിയ കടമ്പയാണ്, അത് ശരിയാണ്. പക്ഷെ അല്ലാതെ ഫീസും മാർക്കും അല്ലാതെ ഫിസിക്കലി നിങ്ങൾ എങ്ങനെയാണോ അതിൻ്റെ ഒരു പേരിൽ ചിലപ്പോൾ നിങ്ങളെ ഒരിക്കലും മാറ്റി നിർത്തിയിട്ടുണ്ടാവില്ല. പക്ഷെ ഇന്നിപ്പോൾ എല്ലാവരും ഐഡൻറ്റിഫൈ ചെയ്യുന്ന നൂർ ജലീല എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ട് തന്നെയാണ് ഇന്ന് ഇവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കാനായിട്ട് പറ്റുന്ന ഒരവസ്ഥയിൽ എത്തിയിട്ടുള്ളത്. അതിന് ഏറ്റവും എനിക്ക് ധൈര്യം തന്നിട്ടുള്ളത് എൻ്റെ പാരൻസ് തന്നെയാണ്. എപ്പോഴും എൻ്റെ കൂടെ വരാറുള്ളത് ആളാണ്. ഞാൻ അങ്ങനെ പൊക്കിയടിക്കൊന്നുമല്ല, പക്ഷെ എന്തൊക്കെയാണെങ്കിലും, എന്തൊക്കെ കച്ചറുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും, എന്തൊക്കെ ചൂടായിട്ടുണ്ടെങ്കിലും, ഒച്ചിട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചില ആൾക്കാർ കയറിയിരിക്കുന്ന സ്ഥലങ്ങളുണ്ടാവും അല്ലേ, അത് വേറെ ഒരാൾക്കും എടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട 2 ആൾക്കാരാണ് എൻ്റെ ഉമ്മയും ഉപ്പയും. വേദിയിൽ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്, എല്ലാ പരിപാടിക്കും വരാറുണ്ട്. എൻ്റെ പാരൻസിൻ്റെ അവസ്ഥ ഞാൻ ചിലപ്പോൾ ആലോചിച്ച് നോക്കാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ പ്രായമാണ്, ഇങ്ങനെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തിരിച്ചങ്ങോട്ട് പറഞ്ഞ് കച്ചറുണ്ടാക്കുന്ന ടീംസാണ് നമ്മളൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ചിലപ്പോൾ ഒറ്റക്കൊക്കെ ഇരിക്കുമ്പോൾ, എന്നെ ജനിച്ച സമയത്ത് ചിലപ്പോൾ നിങ്ങളൊക്കെ കേട്ട ഡയലോഗായിരിക്കും ഇത്, പക്ഷെ എന്നാലും പ്രശ്നമില്ല. ആ സിനാരിയോ ഒന്ന് ആലോചിച്ച് നോക്കാം. ഡോക്ടർ വന്നിട്ട് പറയാണ് കുട്ടിക്ക് 2 കൈയും 2 കാലും ഇല്ല, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, ഇപ്പോൾ എൻ്റെ ബാക്കിലിരിക്കുന്ന ഈ വലിയ ആളുകളൊക്കെ പലവരും വാപ്പമാരായിരിക്കും. ഇപ്പം നിങ്ങൾക്കൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും അല്ലേ. ഇങ്ങനെ കുട്ടീനെ കാത്തു നിൽക്കുമ്പോൾ ഇങ്ങനെ പ്രയാസമുള്ളൊരു കുട്ടിയാണ് എന്ന് പറയുമ്പോൾ
എന്തായിരിക്കും ആ മാനസികാവസ്ഥ അല്ലേ? നമ്മളെ ലൈഫ്, ആ കുട്ടീൻ്റെ ലൈഫ് ഇനി ജീവിക്കോ അല്ലെങ്കിൽ മരണമാണോ അതോ ഇനി കൊല്ലോ എന്താണെന്നറിയില്ല. അങ്ങനത്തെ ഒരവസ്ഥയാണ്. അങ്ങനത്തെ ഒരു സാധനത്തിൽ നിന്ന് ഇനി കുട്ടീനെ കാണണോ എന്നുള്ളൊരു ചോദ്യം മുമ്പിൽ വന്നു. അത് ശരിക്കും ജീവിക്കണോ മരിക്കണോ എന്ന് ഡയറക്റ്റ്ലി ചോദിച്ച മാതിരിയായിരുന്നു അല്ലേ? അങ്ങനത്തെ ഇതിൽ നിന്ന് കയറി പോന്ന് ഇന്നിപ്പോൾ ഇവിടം വരെ എത്തിയ ഒരാളാണ് ഞാൻ. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ലൈഫ് ഒരിക്കലും എളുപ്പമല്ല, ഒരിക്കലും എളുപ്പമല്ല. നമ്മൾ വെറുതെ വിചാരിക്കുകയാണ് ലൈഫ് സിമ്പിളാണ്, ലൈഫ് ബ്യൂട്ടിഫുള്ളാണ്. ലൈഫ് ഒന്നുമല്ല. നമ്മൾ കഷ്ടപ്പാടുണ്ടെങ്കിലേ ലൈഫ് അടിപൊളിയാവുള്ളൂ. ഇപ്പം ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മളെല്ലായ്പ്പോഴും സന്തോഷിക്കുകയാണെങ്കിൽ ഒരു വൈബ് ഉണ്ടാവില്ല അല്ലേ? ഇപ്പം എന്താ പറയുക, നമുക്കൊക്കെ എല്ലാത്തിനും നല്ല അടിപൊളി ഫുള്ള് മാർക്ക്, ഇങ്ങനെ ടോപ്പ് മാർക്കുകൾ മാത്രമായിട്ട് പോകുമ്പോൾ ഇടയിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് മാർക്ക് കുറയുമ്പോൾ നമുക്ക് എന്താ ഇതെന്ന് നമ്മൾ ആലോചിക്കും. പക്ഷെ അടുത്ത പരീക്ഷയ്ക്ക് നമ്മൾ ചിലപ്പോൾ അത് മേക്കപ്പ് ചെയ്തെടുക്കും. നിങ്ങൾ ഭയങ്കര പഠിപ്പികളാവണമെന്നോ അല്ലെങ്കിൽ ഭയങ്കര സ്റ്റുഡിയസ് ആയിട്ട് എക്സൽ ചെയ്യണം എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്. അത് മാത്രമല്ല ലൈഫ്. നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവരെ സഹായിക്കുക. ഇപ്പോൾ ഒരാൾക്ക് വേദന എടുക്കുന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം, എന്തെങ്കിലും ചെയ്തു തരാനുണ്ടോ എന്ന് മനസ്സറിഞ്ഞ് ചോദിക്കുന്നതിൻ്റെ പവറാണ് വിദ്യാഭ്യാസം അല്ലേ? നിങ്ങളൊന്ന് പറയും. നമ്മൾ LKG UKG 1 മുതൽ 12 വരെ, അത് കഴിഞ്ഞ് ഡിഗ്രി, ഇത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടും ഒരാൾ ബുദ്ധിമുട്ടിൽ നിൽക്കുമ്പോൾ അയാളൊന്ന് കൈ പിടിച്ച് സഹായിക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ അവിടെ തീർന്നു നമ്മൾ അത്രയും കൊല്ലം പഠിച്ചുണ്ടാക്കിയ വിദ്യാഭ്യാസത്തിൻ്റെ പവർ. അതേസമയം നമുക്ക് ഒരു നേരത്തെ ഫുഡ് വാങ്ങിക്കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു കുട്ടീൻ്റെ പുസ്തകം വാങ്ങിച്ചു കൊടുക്കാൻ എനിക്കറിയുന്ന കുറേ കുട്ടികളുണ്ട്. കുറേ അല്ലെങ്കിലും കുറച്ച് കുട്ടികളുണ്ട് യൂണിഫോമും ബുക്കും വാങ്ങാൻ പൈസ ഇല്ലാഞ്ഞിട്ട് സ്കൂളിൽ പോവാൻ പറ്റാത്തത്. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കാം നമ്മളൊക്കെ എത്ര അനുഗ്രഹമുള്ളവരാണ്. അപ്പം അങ്ങനത്തെ ആളുകളെ കാണുമ്പോൾ അവരെ സഹായിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കൊല്ലം പഠിച്ചതിന് നമുക്ക് ഫുൾ A+ അല്ല അതിൻ്റെ മുകളിലും കിട്ടണം. അതാണ് വിദ്യാഭ്യാസം. അതാണ് നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കേണ്ടതും ഇനിയുള്ള ജനറേഷനും കൊടുക്കേണ്ടതും. ഫുൾ A+ അടിപൊളിയാണ്, എല്ലാവരോടും കൺഗ്രാറ്റ്സ് ഒക്കെ പറയാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ മാനുഷിക മൂല്യങ്ങൾ കൊണ്ടുവരണം. അപ്പോഴാണ് നമ്മൾ ശരിക്കും വിജയിക്കുക. എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് വെച്ചാൽ, എനിക്ക് സ്കൂളിൽ അഡ്മിഷൻ കിട്ടാനൊക്കെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. എനിക്ക് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്കൂളിൽ എനിക്ക് അഡ്മിഷന് വേണ്ടി LKGയിൽ പഠിക്കുമ്പോൾ ചെന്നപ്പോൾ അവിടുത്തെ മാനേജ്മെൻറ്റ് ഒരു കാര്യം പറയുമ്പോൾ ആ സ്കൂളിൽ എൻ്റെ ഉപ്പ ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ ഇത്താത്ത അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സ്ഥാപനത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ മാനേജ്മെൻറ്റ് വളരെ മോശമായിട്ട് പെരുമാറുക മാത്രമല്ല, ഞാൻ 2 കൈയും 2 കാലും ഇല്ലാതെ ജനിച്ചതുകൊണ്ടും അങ്ങനെ നടക്കുന്നതുകൊണ്ടും മറ്റുള്ള കുട്ടികൾക്ക് ഞാനൊരു ബുദ്ധിമുട്ടാവും, ഇടങ്ങേറാവും എന്ന് പറഞ്ഞിട്ട് എനിക്ക് അഡ്മിഷൻ തന്നില്ല. UKG പഠിക്കാനായപ്പോഴും അതേ സ്ഥാപനത്തിൽ ചെന്നു. അപ്പോഴും എനിക്ക് അഡ്മിഷൻ തന്നില്ല. പക്ഷേ നമ്മൾ എവിടെയാണോ എത്തിച്ചേരേണ്ടത് അവിടെ നമ്മൾ എന്തായാലും എത്തിച്ചേരും. പഠിച്ചോൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സാധനം വന്നിട്ടുണ്ടെങ്കിലും അത് നടക്കും. പക്ഷെ നമുക്ക് വിധിച്ചിട്ടില്ലെങ്കിൽ എന്ത് തലകുത്തി മറിഞ്ഞാലും നമുക്കത് കിട്ടൂല. ട്വിസ്റ്റ് ഉണ്ടായെന്ന് വെച്ചാൽ, എനിക്ക് അഡ്മിഷൻ തരൂല എന്ന് പറഞ്ഞ സ്കൂളിൽ ഞാൻ +2 കഴിഞ്ഞ് ഇറങ്ങി, ഒരു കോവിഡിനൊക്കെ കുറച്ച് മുന്നായിട്ട് അഡ്മിഷൻ തരൂല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയ ആ സ്കൂള് അവരുടെ ആനുവൽ ഡേൻ്റെ ഇനോഗ്രേഷന് ചീഫ് ഗസ്റ്റായിട്ട് എന്നെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഒരാൾക്കും നമ്മളെ തകർത്താൻ പറ്റൂല. നമ്മളിൽ വിശ്വാസം നമുക്കില്ലെങ്കിൽ അപ്പടെ തീർന്നു. പക്ഷേ ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് സ്വയം ഉണ്ടെങ്കിൽ പിന്നെ ആര് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ വിചാരിച്ചു കൊടുത്തെത്തും. എനിക്ക് ഒരുപാട് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ആളുകളെ മിക്സ്ചറാണ്, ഫുള്ള് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ഉള്ള കുറേ ആൾക്കാരെ പരിചയപ്പെടും. അങ്ങനെ ആ സമയത്ത് സ്നേഹത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഇനി സിമ്പതിൻ്റെ പുറത്തോ എന്തിൻ്റെ പുറത്താണോ എന്നറിയില്ല, ചില ആൾക്കാർ എന്നോട് പറയും, അയ്യോ നൂറ് അങ്ങനെ ഒന്നും കയറണ്ട, കാലിന് സുഖമില്ലാത്തതല്ലേ, കാല് വേദനാവും, ഇവിടെ ഇരുന്നാൽ മതി, ബുദ്ധിമുട്ടണ്ട എന്നൊക്കെ പറയും.
ആദ്യമൊക്കെ എനിക്ക് നല്ല ദേഷ്യം വരുമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഈ കുന്നും മലയും കയറാൻ വേണ്ടിയാണ് എണ്ണക്കാശ് മേടിച്ചിട്ട് ഈ ട്രിപ്പിന് പോണത്. പിന്നെ എന്തിനാ അവിടെ ഇരിക്കുന്നത്? ട്രക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ടാണ് ഉടുത്തൊരുങ്ങി വരുന്നത്. അപ്പം അത് കേൾക്കുമ്പോൾ ആകെ ദേഷ്യം വരും. പക്ഷെ ഞാനത് മൈൻഡ് ചെയ്യൂല. കാരണം എനിക്കറിയാം എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. എൻ്റെ കേപ്പബിലിറ്റി തീരുമാനിക്കുന്നത് ഞാനാണ്. എനിക്ക് ഇന്ന കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ചെയ്ത് കാണിക്കല്ലേ വേണ്ടത്, അല്ലേ? അങ്ങനെ ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്, ഒരുപാട് കുന്നും മലയും കയറിയിട്ടുണ്ട്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് കോളേജിൽ നിന്ന് ടൂറ് പോയിട്ട് 500 സ്റ്റെപ്പ് കയറിയിട്ട് ഒരു വ്യൂ പോയിന്റിൻ്റെ ഏറ്റവും മുകളിൽ പോയിട്ടുണ്ട്. അതും 2 കാലിലും വെപ്പ് കാല് വെച്ചിട്ട്. എന്നോട് കുറേ പേര് പറഞ്ഞു 100 കയറാൻ പറ്റുമോ, കയറണ്ട, അവിടെ എത്തുമ്പോഴത്തേക്ക് ക്ഷീണിക്കും. യാത്ര കഷ്ടപ്പാടായിരുന്നു. കാരണം ഓരോ 100 സ്റ്റെപ്പ് എത്തുമ്പോഴും ഞാൻ ക്ഷീണിച്ച്. പക്ഷെ വെള്ളം ഉണ്ടല്ലോ, വെള്ളം കുടിക്കും, ഇത്തിരി നേരം ഇരിക്കും, റെസ്റ്റ് എടുക്കും, പിന്നെയും കയറും. അങ്ങനെ കയറി 400 സ്റ്റെപ്പും കഴിഞ്ഞ് 500 സ്റ്റെപ്പ് കഴിഞ്ഞ് അതിൻ്റെ മുകളിലെത്തിയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ്, ചിലവർ കയറാൻ പറ്റുമോ എന്ന് ഡൗട്ട് അടിച്ചിരുന്ന ഫ്രണ്ട്സ് വരെ അവിടെ നിന്ന് കൈയടിച്ച്. അപ്പം കിട്ടിയ ഒരു സന്തോഷമുണ്ട്, ആ ഒരു പ്രൗഡ് മൊമെൻ്റ് ഉണ്ട്. എനിക്ക് കാലില്ല എന്ന് വിചാരിച്ച് കയറാൻ പറ്റൂല എന്നല്ല, കൈ പിടിച്ച് കൂടെ നടത്തി കയറ്റുക എന്നതാണ് ചെയ്യേണ്ടത്. ഇനി നിങ്ങളൊക്കെ പഠിച്ച് വലുതായി നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലൊക്കെ എന്താ പറയുക, നടക്കാനോ ശാരീരികമായി എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യാനുള്ളത്. ഈ പ്രായത്തിൽ നിങ്ങളോടൊക്കെ ഇതൊക്കെ പറഞ്ഞ് എത്രത്തോളം തിരിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു പാലിയേറ്റീവ് കെയർ വോളണ്ടിയർ എന്ന നിലയിൽ എനിക്ക് പറയാൻ പറ്റും, എനിക്ക് നിങ്ങൾക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ മറ്റുള്ളവരെയും കൂടെ കണക്കാക്കുക, അതേപോലെ നല്ല മനുഷ്യന്മാരായിട്ട് നമ്മൾ ജീവിക്കുക എന്നത് എനിക്ക് പറയാനുള്ളൂ. ഇപ്പം ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ബസ്സിൽ പോകുമ്പോൾ ഒക്കെ, ചെറുപ്പത്തിൽ നിന്നല്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ബസ്സിൽ പോകുമ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കും, അയ്യോ ആ കുട്ടിക്ക് കൈയില്ലാലേ കാലില്ലാലേ. കണ്ടാൽ മനസ്സിലാവുന്ന കാര്യമാണ് അല്ലേ? നിങ്ങൾക്കൊക്കെ കണ്ടാൽ മനസ്സിലാവില്ലേ എനിക്ക് കൈയില്ലാന്ന്? ഇല്ലേ? ഇല്ലേ? അപ്പം കണ്ടാൽ മനസ്സിലാവുന്ന കാര്യം പിന്നെയും ചോദിച്ച് വേദനിപ്പിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അങ്ങനത്തെ അല്ലാത്ത ആളുകളും ഉണ്ട്. അപ്പം എന്നോട് ഇപ്പം ആരെങ്കിലും കാലില്ലേന്ന് ചോദിക്കുമ്പോൾ കയ്യില്ലേന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും ഇല്ല എനിക്ക് കാലുമില്ല എന്ന് പറയും. കാരണം എനിക്ക് പറയാൻ മടിയൊന്നുമില്ല. കാരണം ഞാൻ എങ്ങനെയാണോ അങ്ങനെ ഞാൻ എന്നെ അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പഠിച്ചാൽ സഹായിച്ച് എൻ്റെ ഉമ്മ എപ്പോഴും എനിക്ക് പറഞ്ഞു തരാറുള്ള കാര്യമാണ്, നമ്മളെക്കാളും താഴെയുള്ളവരെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളുടെ മൂല്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത്. എല്ലാ അനുഗ്രഹങ്ങളും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റില്ല. ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക. പിന്നെ എന്തൊക്കെയാണെങ്കിലും അൾട്ടിമേറ്റ്ലി എൻ്റെ കൺസെപ്റ്റിൽ പഠിച്ചോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും നന്ദി തോന്നുന്ന ഒരു പവറാണ്. കാരണം ഇത്രയൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഒന്നും വേണ്ട. നമുക്ക് ഇപ്പം എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ കുട്ടികൾ ചെക്കന്മാരൊക്കെ അങ്ങനെ പറയും, നമുക്ക് ട്രിപ്പ് പോവാം അപ്പോൾ ഇന്ന് ഉഷാറാവും. അങ്ങനെ ട്രിപ്പ് പോവാൻ അവിടെ കുന്നും മലയൊക്കെ പഠിച്ചവനെ അവിടെ റെഡിയാക്കി വെച്ചോണ്ട് അത് നമുക്കൊരു ഓപ്ഷനാണ് അല്ലേ? അത് നമുക്ക് സമാധാനം കിട്ടുന്ന ഒരു സ്ഥലമായിട്ട് മാറും അല്ലേ? അപ്പോൾ അതിനൊക്കെ അൽഹംദുലില്ലാ എന്ന് പറയുക എന്നതാണ് ഞാൻ കണക്കാക്കുന്ന പഠിച്ചം. അപ്പോൾ എന്തായാലും ഇത് ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു വലിയ പരീക്ഷണമാണ്. അത് നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോവുക. ഇനിയും ഒരുപാട് വഴിത്തിരിവുകൾ ഇനിയും നമ്മുടെ ലൈഫിൽ ഉണ്ടാകും തീർച്ചയായിട്ടും. അപ്പോൾ ഒന്നിലും പതറിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ നിർത്തി പോവാൻ ഞാൻ മതി. നമ്മളാരും ഉഷാറോടുകൂടി തന്നെ എന്ത് പ്രയാസമാണെങ്കിലും മുന്നോട്ട് പോവുക. മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മളുടെ ശരിക്കിനുള്ള പവർ എന്താണ്. അല്ലേ? ബോറടിച്ചാ നിങ്ങൾക്ക്? എന്താ എല്ലാവരും ഇങ്ങനെ സൈഡായിരിക്കണേ? പുറത്ത് മഴയില്ല അല്ലേ? 10th +2 ഒക്കെ കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചോ? സെറ്റാണ്. ഫ്യൂച്ചർ ഗോളൊക്കെ ഉണ്ട്. അടിപൊളി, മാഷാ അല്ലാ. ഒരു ഗോൾ ഉണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് എത്തിച്ചേരാൻ എളുപ്പമായിരിക്കും. ഇനിയിപ്പോൾ ഗോളൊന്നും സെറ്റായിട്ടില്ലെങ്കിലും ഇരുന്ന് ആലോചിക്കുക, നമുക്ക് ഇഷ്ടമുള്ളത് പഠിക്കുക, അതിൽ മുന്നേറുക. അങ്ങനെയല്ലേ വേണ്ടത് നമുക്ക്? അല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഞാൻ പാട്ട് പാടും, പാടിയിട്ടേ പോവുള്ളൂ, അതല്ലാണ്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ?
ഉണ്ടോ? ആർക്കൊന്നും ചോദിക്കാനില്ല? ഇത്രയും നേരം ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് അടിച്ചിട്ട് ആർക്കൊന്നും ചോദിക്കാനില്ല? എന്തെങ്കിലുമൊക്കെ ചോദിക്കൂ. ക്ലാസ്സിൽ ചോദ്യം ചോദിക്കാനായിട്ട് ടീച്ചർ ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരും തലയും താഴ്ത്തിരിക്കും. അതുമാതിരി ഫ്രണ്ടിൽ എല്ലാ തട്ടങ്ങളും. അവസരങ്ങൾ നമുക്ക് ചിലപ്പോൾ എപ്പോഴും കിട്ടണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും കുഴപ്പമില്ല, പക്ഷേ ചില ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ കയ്യിൽ നിന്ന് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അയ്യോ പോയല്ലോ എന്ന്. പറയാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 500 സ്റ്റെപ്പ് കയറി മോളിൽ പോയിന്ന്. എന്നോട് കുറേ പേര് പറഞ്ഞിരുന്നു കയറണ്ട പറ്റൂല എന്നൊക്കെ. ഒരു പക്ഷേ ഞാൻ അവിടെ കയറാണ്ട് താഴെ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും അഭിമാനത്തോടു കൂടി എനിക്കത് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെ കിട്ടുന്ന ഓരോ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഉപയോഗപ്പെടുത്തണം.